പിന്നെ ഈ കാണുന്നത് മുണ്ടംവേലിയിൽ GCയുടെയും ലൈഫ് മിഷനും കൂടെ കടവന്ത്രയിൽ നിന്ന് മാറ്റി താമസിപ്പിച്ച ആൾക്കാർക്ക് വെച്ചു കൊടുത്ത ഫ്ലാറ്റാണ് ഈ കാണുന്നത്. പുറമേന്ന് കാണുമ്പോൾ നല്ല ഭംഗിയാണ്, കണ്ണായ സ്ഥലം ഒക്കെ ഓക്കെ. പക്ഷേ കുടുസായ മുറി, ചെറിയ അടുക്കള, അങ്ങനെയൊക്കെയാണ് ഇത് പണിതെക്കണത്. അതൊന്നും അവർക്കൊരു വിഷയമല്ല. അവിടെ താമസിക്കുന്നവർക്ക് അതൊരു വിഷയമല്ല. അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല അവർ. ഞാൻ കണ്ട കാര്യം പറഞ്ഞെന്നുള്ളൂ. അവിടുത്തെ ഏറ്റവും വലിയ രണ്ട് പ്രശ്നം എന്ന് വെച്ചാൽ അതിലൊന്ന് ചോർച്ചയാണ്. ഒരു രക്ഷയില്ലാത്ത ചോർച്ചയാണ് അവിടെ. എല്ലാ മൂലന്ന് വെള്ളം എടുത്തുകൊണ്ടിരിക്കണം. ആകെ 2-3 കൊല്ലമായിട്ടുള്ളത് പണിതിട്ട്. ഇപ്പോഴിതിങ്ങനെയാണ്. ഇങ്ങനെ വെള്ളം മേളിലെ ബാത്റൂമിൽ നിന്നൊക്കെയാണ് നേരെ വെള്ളം വീഴുന്നത് താഴേക്ക്. ഇവിടെ മനുഷ്യരല്ലേ താമസിക്കണേ. ഇവർ പരാതി പറഞ്ഞപ്പോൾ ഇത് കോൺട്രാക്റ്റൊക്കെ കൊടുത്തവർ പോയി. ഇനി എന്ത് ചെയ്യാന്നുള്ള അവസ്ഥയിലാണ് ഇവർ അധികൃതർ നിൽക്കണത്. മിക്ക വീടിൻ്റെ മൂലം ചോർച്ചയാണ്. പിന്നെയാണ് 3 നില ആയതുകൊണ്ട് അസുഖമുള്ളവരൊക്കെ പൊക്കിയ കസേലയിരുത്തിയാണ് കൊണ്ടുവരുന്നത്. പിന്നെ ഇരുമ്പിനൊക്കെ തുള വീണ് മൊത്തം ഇതായി. ഇനി രണ്ടാമത്തെ വിഷയം, അതാണ് ഏറ്റവും വലിയ വിഷയം വരെ. ഈ ബിൽഡിങ്ങിൻ്റെ 2 സൈഡിൽ കൂടെ 110 kV 68 kVയുടെ 2 ലൈൻ KCBയുടെ ലൈൻ പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയണേ, പള്ളുരുത്തിലേക്ക് ഈ 68 kVയുടെ അടിയിൽ വീട് വെക്കുമ്പോൾ ഫസ്റ്റ് ഫ്ലോറിന് അനുമതി കോർപ്പറേഷൻ കൊടുക്കാറില്ല. പക്ഷെ ഇവിടെ എങ്ങനെ കൊടുത്ത്? ഇരുമ്പ് സ്ട്രക്ചറുള്ള ഈ ബിൽഡിങ്ങിന് എങ്ങനെ അനുമതി കിട്ടി എന്നുള്ളതൊക്കെ അന്വേഷിക്കണം അല്ലേ? ഈ പരിസരം മുഴുവൻ ചെളിക്കുണ്ടാണ്. 110 kV ലൈനാണ് പോയിരിക്കുന്നത്. ഇത് പോയതുകൊണ്ടുള്ള ബുദ്ധിമുട്ട് അവരെ ഇലക്ട്രിക് സാധനങ്ങൾ, മറ്റുള്ള ഐറ്റംസ് ഒക്കെ ചീത്തയായിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെയാണ് ഈ റേഡിയേഷൻ്റെ നല്ല പ്രശ്നമുണ്ട് അവർക്ക് അല്ലേ? ഞാൻ ഒന്നുകൂടി പറയുന്നത്, മനുഷ്യരെ താമസിക്കുന്നത്. പിന്നെ ഈ വാട്ടർ ടാങ്ക് ചോർച്ചുണ്ട്. ഇതും പൊളിഞ്ഞു പോകുന്നുള്ളൊരു പേടിയുണ്ട് അവർക്ക്. പിന്നെ നമ്മുടെ സ്ഥലം MLA ഇടപെട്ടിട്ടുണ്ട്. അത് നിയമസഭയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അവർ സമരത്തിലുമാണ്. എന്തായാലും നല്ലൊരു തീരുമാനം അവർക്ക് ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഓക്കേ.